Good morning all. Our next topic is meaning of optimum or optimal capital structure. ഒരു ഫേമിൻ്റെ ക്യാപിറ്റൽ സ്ട്രക്ചറിനെ ഒപ്റ്റിമം ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് എപ്പോഴാണ് പറയുക, അല്ലെങ്കിൽ ഒപ്റ്റിമം ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറയുന്നതിൻ്റെ മീനിങ് എന്താണ്? ദ ക്യാപിറ്റൽ സ്ട്രക്ചർ വിച്ച് മാക്സിമൈസസ് ദ വാല്യൂ ഓഫ് ദ ഫേം ഈസ് കോൾഡ് ഒപ്റ്റിമൽ ക്യാപിറ്റൽ സ്ട്രക്ചർ. ഒരു ഫേമിൻ്റെ വാല്യൂ മാക്സിമൈസ് ചെയ്യുന്ന ക്യാപിറ്റൽ സ്ട്രക്ചറിനെയാണ് ഒപ്റ്റിമം ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഇറ്റ് സിംപ്ലി റെഫേഴ്സ് ടു ദി ബെസ്റ്റ് ഓർ മോസ്റ്റ് ഇക്കണോമിക്കൽ capital structure. It is the mix of debt and equity that maximizes the value of the company and minimizes the cost of capital. അപ്പോൾ ക്യാപിറ്റൽ സ്ട്രക്ചറിൽ ഡെറ്റും ഉണ്ടാവും, ഈക്വിറ്റി ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ ഒരു മിക്സിനെയാണ് നമ്മൾ ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു മിക്സ് ഒപ്റ്റിമം ആവണമെങ്കിൽ എന്തായിരിക്കണം? അത് മാക്സിമം വാല്യൂ കൊടുക്കണം, അതേപോലെ തന്നെ മിനിമം കോസ്റ്റും ആയിരിക്കണം. കമ്പനിക്ക് വാല്യൂ, അതായത് ഷെയറിനൊക്കെ നല്ല വാല്യൂ കൊടുക്കുന്ന, റിട്ടേൺ കൊടുക്കുന്ന രീതിയിലായിരിക്കണം. അതേസമയം കോസ്റ്റ് കുറവുമായിരിക്കണം. അങ്ങനത്തെ ഒരു ക്യാപിറ്റൽ സ്ട്രക്ചറാണ് ഒപ്റ്റിമം ക്യാപിറ്റൽ സ്ട്രക്ചർ. അപ്പോൾ ക്യാപിറ്റൽ സ്ട്രക്ചർ ഡിസൈൻ ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണ്? അതൊരു ഒപ്റ്റിമം ക്യാപിറ്റൽ സ്ട്രക്ചർ ആയിരിക്കണം. ഒപ്റ്റിമം ക്യാപിറ്റൽ സ്ട്രക്ചറിന് അത്രയും റെലവൻസ് വരാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒരു കമ്പനി കൂടുതൽ ഡെറ്റ് യൂസ് ചെയ്യുകയാണെങ്കിൽ ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ വിൽ ബി ലെസ്. കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കുറവായിരിക്കും. കാരണം എന്താണ്? ഡെറ്റിന് കൊടുക്കേണ്ട ഇൻട്രസ്റ്റ് ടാക്സബിൾ അല്ല. ആ ഇൻട്രസ്റ്റും കൊടുത്തിട്ടുള്ള പ്രോഫിറ്റ് മാത്രമേ ടാക്സബിൾ ആയിട്ട് വരുള്ളൂ. അപ്പോൾ ടാക്സിൻ്റെ ബെനിഫിറ്റ് വരും. പിന്നെ ഇൻട്രസ്റ്റ് റേറ്റ് എപ്പോഴും എന്താണ്, പിന്നെ ഷെയറിൻ്റെ റിട്ടേണിനേക്കാളൊക്കെ കുറഞ്ഞ റേറ്റ് ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കുറവായിരിക്കും. അങ്ങനെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കുറയുന്നതുകൊണ്ട് തന്നെ ഇറ്റ് ലീഡ്സ് ടു ഹയർ റിട്ടേൺ, അതായത് ഏർണിങ്സ് പെർ ഷെയർ ഹോൾഡേഴ്സിനുള്ള റിട്ടേൺ കൂടും. അങ്ങനെ ഷെയർ ഹോൾഡേഴ്സിനുള്ള റിട്ടേൺ കൂടുമ്പം ഷെയർസിന് നല്ല മാർക്കറ്റ് വാല്യൂ കിട്ടും. അപ്പോൾ പക്ഷേ അവിടെയുള്ള പ്രശ്നം എന്താണ്? ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഈക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് കൂടുതൽ റിസ്ക് ആണ്. ദേ ഹാവ് ടു ബെയർ ഹയർ റിസ്ക്. ബിക്കോസ് ഇത്രയും ഡെറ്റാണ്. ഇൻ കേസ് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ലെങ്കിലും എന്ത് ചെയ്യേണ്ടി വരും? ഇത്രയും ഡെറ്റിൻ്റെ മുകളിൽ ഇൻട്രസ്റ്റ് നിർബന്ധമായിട്ടും കൊടുക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ വലിയൊരു റിസ്ക് ഉണ്ട് ഷെയർ ഹോൾഡേഴ്സിന്. ആ റിസ്ക് എടുക്കുന്നതിനനുസരിച്ച് അവരുടെ റിട്ടേണും കൂടും. അപ്പോൾ ആ ഒരു റിസ്ക്കും റിട്ടേണും എന്ത് ചെയ്യണം? ഒന്ന് ബാലൻസ് ചെയ്യണം. ഓൺ ദി അതർ ഹാൻഡ്, ഡെറ്റ് വളരെ കുറവും ഈക്വിറ്റി ഷെയർ ക്യാപിറ്റൽ കൂടുതലുമാണെങ്കിൽ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ റിട്ടേൺ കുറയും, ഷെയർ ഹോൾഡേഴ്സിന് റിട്ടേൺ കുറയും. അപ്പോൾ മാർക്കറ്റ് വാല്യൂവിലും കുറവ് വരും, ഷെയറിൻ്റെ മാർക്കറ്റ് വാല്യൂവിൽ കുറവ് വരും. പക്ഷേ അതേസമയം ഷെയർ ഹോൾഡേഴ്സിൻ്റെ റിസ്ക് എന്താണ്? റിസ്ക്കും കുറവായിരിക്കും. കാരണം കൂടുതലും ഈക്വിറ്റി ഷെയർസ് തന്നെ ആയതുകൊണ്ടിട്ട് പ്രോഫിറ്റിനൊക്കെ എന്തെങ്കിലും ഫ്ലക്ച്വേഷൻസ് വരുവാണെങ്കിലും അത് അത്രത്തോളം വലിയ ഇഷ്യൂ ആവില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഈ റിസ്ക്കും റിട്ടേൺ എന്ന് പറഞ്ഞാൽ ഒരു എന്താ പറയുക, ഓപ്പോസിറ്റ് ആയിട്ട് വരുന്നതാണ്. റിസ്ക് കൂടുന്നതിനനുസരിച്ച്, ഓപ്പോസിറ്റ് അല്ല, അത് ഒരു എന്താ പറയുക, രണ്ടും നമ്മൾ ബാലൻസ് ചെയ്യണം അല്ലേ? റിസ്ക് കൂടുന്നതിനനുസരിച്ച് റിട്ടേണും കൂടും. പക്ഷേ റിസ്ക് ഒരുപാട് കൂടിയാൽ ചിലപ്പം ലോങ് റണ്ണിൽ കമ്പനിക്ക് സർവൈവ് ചെയ്യാൻ പറ്റണമെന്നില്ല. അപ്പോൾ അത് തമ്മിലുള്ള ഒരു ബാലൻസ് ആണ്. ദർ ഷുഡ് ബി എ ട്രേഡ് ഓഫ് ബിറ്റ്വീൻ റിസ്ക് ആൻഡ് റിട്ടേൺ. റിസ്ക്കും റിട്ടേണും അതിൻ്റെ ഇടയിൽ ഒരു ട്രേഡ് ഓഫ് ഉണ്ടായിരിക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ അത് ഫിക്സ് ചെയ്യലാണ് ക്യാപിറ്റൽ സ്ട്രക്ചർ ഡിറ്റർമിൻ ചെയ്യുന്നതിലൂടെ ചെയ്യുന്നത്. നെക്സ്റ്റ്, ഫൈൻഡിങ് ദി ഒപ്റ്റിമൽ ക്യാപിറ്റൽ സ്ട്രക്ചർ. ഒപ്റ്റിമൽ ക്യാപിറ്റൽ സ്ട്രക്ചർ എങ്ങനെ കണ്ടെത്താമെന്നുള്ളതാണ്. ഇറ്റ് ഈസ് ഡിറ്റർമിൻഡ് ബൈ ടേക്കിംഗ് ഇൻ ടു കൺസിഡറേഷൻ ഫിനാൻഷ്യൽ ലിവറേജ്. ഫിനാൻഷ്യൽ ലിവറേജ് എന്ന് പറഞ്ഞാൽ ഡെറ്റ് ഈക്വിറ്റി റേഷ്യോ ആണ്. അതായത് എത്ര ഡെറ്റ് വരുന്നുണ്ട്, എത്ര ഈക്വിറ്റി വരുന്നുണ്ട്, അതിനെയാണ് ആ ഫിനാൻഷ്യൽ ലിവറേജ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ആൻഡ് വാല്യൂ ഓഫ് ഫേം. ഇത്രയും കാര്യങ്ങൾ പരിഗണിച്ചിട്ടാണ് ഒപ്റ്റിമൽ ക്യാപിറ്റൽ സ്ട്രക്ചർ ഡിറ്റർമൈൻ ചെയ്യുന്നത്. The relationship between financial leverage, cost of capital and the value of firm is presented in the following graph. നമുക്കിപ്പോൾ തന്നിരിക്കുന്ന ഗ്രാഫിൽ വൈ ആക്സിസിൽ കോസ്റ്റ് ആൻഡ് വാല്യൂ ആണ് കാണിച്ചിരിക്കുന്നത്, എക്സ് ആക്സിസിൽ ഡെറ്റ് ആൻഡ് ഈക്വിറ്റി. അപ്പോൾ അതിൽ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും. ഈ ഗ്രാഫിൽ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും എന്താണ്? ഒപ്റ്റിമൽ ക്യാപിറ്റൽ സ്ട്രക്ചർ ഈസ് റെപ്രസെൻറ്റഡ് ബൈ ഡെറ്റ് ഈക്വിറ്റി റേഷ്യോ അറ്റ് വിച്ച് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഈസ് ലോവസ്റ്റ് ആൻഡ് ഇറ്റ്സ് വാല്യൂസ് ഹയസ്റ്റ്. നമ്മൾ ആദ്യമേ പറഞ്ഞു ഒപ്റ്റിമൽ ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ അവിടെ എന്താണ്? കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കുറവായിരിക്കും, അതേപോലെ വാല്യൂ ഓഫ് ഫേം മാക്സിമം ആയിരിക്കും. വാല്യൂ ഓഫ് ഫേം മാക്സിമം, കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കുറവുള്ള ആ ഒരു പോയിന്റിൽ വരുന്ന ഡെറ്റ് ഈക്വിറ്റി റേഷ്യോനെയാണ് എന്ത് പറയുന്നത്? ഒപ്റ്റിമൽ ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്.
നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളത് എസെൻഷ്യൽസ് ഓർ റിക്വസൈറ്റ്സ് ഓഫ് എ സൗണ്ട് ഓർ ഒപ്റ്റിമൽ ക്യാപിറ്റൽ സ്ട്രക്ചർ. ഒരു ക്യാപിറ്റൽ സ്ട്രക്ചറിനെ സൗണ്ട് അല്ലെങ്കിൽ ഒപ്റ്റിമൽ എന്ന് പറയണമെങ്കിൽ അതിന് വേണ്ട റിക്വയർമെൻറ്റ്സ് അല്ലെങ്കിൽ എസെൻഷ്യൽ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്നുള്ളതാണ്. ഫസ്റ്റ് വൺ, ബാലൻസ്. There should be a balance between different types of ownership and creditorship securities. ഡിഫറെൻറ്റ് ടൈപ്സ് ആയിട്ട് വരുന്നത്, അതായത് ഒരു ക്യാപിറ്റൽ സ്ട്രക്ചറിൽ ഓണർഷിപ്പ് സെക്യൂരിറ്റീസ് ആയിട്ടുള്ള ഇക്വിറ്റി ഷെയർസും പ്രിഫറൻസ് ഷെയർസും ഉണ്ടാവും. അതേപോലെ ക്രെഡിറ്റർഷിപ്പ് സെക്യൂരിറ്റീസ് ആയിട്ടുള്ള ബോൺസ്, ലോങ് ടേം ലോൺസ്, ഡിബഞ്ചേഴ്സ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ ഈ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സെക്യൂരിറ്റീസ് തമ്മിൽ ഒരു ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു ക്യാപിറ്റൽ സ്ട്രക്ചറിനെ മാത്രമേ നമുക്ക് ഒപ്റ്റിമൽ ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറയാൻ പറ്റൂ. Second point, economy. The capital structure should ensure the minimum cost of issue and financing. The financial risk should be minimum. അതായത് ഇക്കോണമി എന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ വരുന്ന കോസ്റ്റ് കുറവായിരിക്കണം. സെക്യൂരിറ്റി ഇഷ്യൂ ചെയ്യാനുള്ള കോസ്റ്റ്, അതേപോലെ അത് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള കോസ്റ്റൊക്കെ മിനിമമായിട്ട് വരുന്ന ഒരു ക്യാപിറ്റൽ സ്ട്രക്ചർ ആയിരിക്കണം. തേർഡ്, ലിക്വിഡിറ്റി ആൻഡ് സോൾവൻസി. ഇപ്പോൾ റിട്ടേൺ കൂട്ടുക എന്നുള്ളതാണ് ശ്രമം. പക്ഷേ റിട്ടേൺ കൂട്ടാൻ വേണ്ടിയിട്ട് ഒരുപാട് ഡെറ്റ് സെക്യൂരിറ്റീസ് ക്യാപിറ്റൽ സ്ട്രക്ചറിൽ വരുമ്പോൾ അത് അതിൻ്റെ ലിക്വിഡിറ്റിനെയും അതേപോലെ സോൾവൻസിനെയും, നമുക്കത് പേ ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻസ് ഒക്കെ വരുവാണെങ്കിൽ സോൾവൻസിനെയൊക്കെ എഫക്റ്റ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ആ ഒരു റിസ്ക്കും കൂടെ കൺസിഡർ ചെയ്തിട്ടായിരിക്കണം ക്യാപിറ്റൽ സ്ട്രക്ചർ ഡിറ്റർമിൻ ചെയ്യേണ്ടത്. പിന്നെ പറയുന്നതാണ് ഫ്ലെക്സിബിലിറ്റി. ഫ്ലെക്സിബിലിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഫണ്ട് എപ്പോഴാണോ ആവശ്യം വരുന്നത് ആ സമയത്ത് റേസ് ചെയ്യാനും, അതേസമയം ഫണ്ട് ഇനഫ് ആവുമ്പം അല്ലെങ്കിൽ കമ്പനിക്ക് പുറത്തുനിന്ന് ഫണ്ട് ആവശ്യമില്ലാത്തപ്പോൾ അത് റീപേ ചെയ്യാനുള്ളൊരു രീതിയിലായിരിക്കണം. ഡിബഞ്ചേഴ്സൊക്കെ എന്ന് പറഞ്ഞാൽ കുറച്ച് വർഷങ്ങൾ കഴിയുമ്പോൾ റിഡീം ചെയ്യുന്നില്ലേ, അപ്പോൾ ആ രീതിയിലുള്ള ഒരു ഫ്ലെക്സിബിലിറ്റി ഉള്ള ക്യാപിറ്റൽ സ്ട്രക്ചർ ആയിരിക്കണം. പിന്നെ പറയുന്നത് സിംപ്ലിസിറ്റി. സിംപ്ലിസിറ്റി എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഒരു ഡിബഞ്ചർ ആണെങ്കിൽ ഡിബഞ്ചർ എപ്പം റിഡീം ചെയ്യണം, അത് റിഡീം ചെയ്യുമ്പോൾ പ്രീമിയത്തിലാണോ ചെയ്യുക, അല്ലെങ്കിൽ എത്ര വർഷമാണ് അതിൻ്റെ മെച്യൂരിറ്റി, ഈ കാര്യങ്ങളൊക്കെ അങ്ങനെ ഓരോ സെക്യൂരിറ്റീൻ്റെ കൂടെയും അതിൻ്റെ റൈറ്റ്സ്, എന്തൊക്കെ സ്പെസിഫിക്കേഷൻസ് ആണോ ഉള്ളത് അതൊക്കെ ക്ലിയർ ആയിട്ട് പറയണം. പിന്നെ ഉള്ളതാണ് സേഫ്റ്റി. ആൻ ഐഡിയൽ ക്യാപിറ്റൽ സ്ട്രക്ചർ ഷുഡ് എൻഷുവർ സേഫ്റ്റി ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്. അല്ലേ, ഒരു കമ്പനിയിൽ ഡിബഞ്ചർ ഹോൾഡേഴ്സോ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സോ ആരാണെങ്കിലും അവരുടെ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ആ ഒരു ഫണ്ടിനൊരു സേഫ്റ്റി ഉറപ്പിക്കാൻ ക്യാപിറ്റൽ സ്ട്രക്ചറിന് പറ്റണം. പിന്നുള്ളതാണ് മാക്സിമം റിട്ടേൺ. എല്ലാവരും എന്തിനാണ് ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നത്, അല്ലേ, ബാങ്കിലൊന്നും ഇൻവെസ്റ്റ് ചെയ്യാതെ കമ്പനീസിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്നത് എന്തിനാണ്, കൂടുതൽ റിട്ടേൺ കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പം എന്താണ്, ക്യാപിറ്റൽ സ്ട്രക്ചർ should be such that it may provide maximum return to equity shareholders who are the real owners of the company. കമ്പനിയുടെ ശരിക്കുള്ള ഓണേഴ്സായ ഈക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് മാക്സിമം റിട്ടേൺ കൊടുക്കാൻ പറ്റണം. അല്ലെ, ഡിബഞ്ചർ ഹോൾഡേഴ്സിനൊക്കെ പറയുമ്പോൾ സ്പെസിഫിക് ആയിട്ട് 8% ഡിബഞ്ചേഴ്സ്, 12% ഡിബഞ്ചേഴ്സ് എന്നൊക്കെ അല്ലേ പറയുക. അപ്പോൾ അവർക്ക് ഓൾറെഡി എന്താണ്, ഫണ്ട് അല്ല, അവരുടെ റിട്ടേൺ എൻഷ്യൂർഡ് ആണ്. ഈക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് മാക്സിമം റിട്ടേൺ കൊടുക്കുക എന്നുള്ളതാണ് ഒരു ക്യാപിറ്റൽ സ്ട്രക്ചറിൻ്റെ എയിം. പിന്നെന്താണ്, മാക്സിമം കൺട്രോൾ. അതായത് എന്തുകൊണ്ടിട്ടാണ് ഈ ഡിബഞ്ചേഴ്സൊക്കെ കൂടുതൽ ഇഷ്യൂ ചെയ്യാൻ പല കമ്പനീസ് ഇൻട്രസ്റ്റ് കാണിക്കുന്നത് വെച്ചാൽ ഡിബഞ്ചർ ഹോൾഡേഴ്സ് കമ്പനീസിൻ്റെ ഓണേഴ്സ് അല്ല, അല്ലെ, അവരൊരു എന്താ പറയുക കൊടുക്കാനുള്ള ആളുകൾ മാത്രമാണ്, ഓണേഴ്സ് അല്ല. അപ്പോൾ ഓണേഴ്സിൻ്റെ കയ്യിലാണ് കമ്പനിയുടെ കൺട്രോൾ ഉണ്ടാവുക. അപ്പോൾ കൺട്രോൾ കീപ്പ് ചെയ്യുക എന്നുള്ളത് ഏതൊരു കമ്പനിയും ആഗ്രഹിക്കുന്ന കാര്യമാണ്. അപ്പോൾ അങ്ങനെ കൺട്രോൾ കീപ്പ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ വേണം ക്യാപിറ്റൽ സ്ട്രക്ചർ ഡിറ്റർമിൻ ചെയ്യാൻ. അല്ലാതെ ഒരുപാട് കൂടുതൽ ഡെറ്റ് സെക്യൂരിറ്റീസൊക്കെ ഇഷ്യൂ ചെയ്തിട്ട് ഇക്വിറ്റി ഷെയർസൊക്കെ വീണ്ടും പുതുതായിട്ടൊക്കെ ഇഷ്യൂ ചെയ്താൽ ഓൾറെഡി ഉള്ള ആളുകളുടെ കയ്യിൽ നിന്ന് എന്ത് പോവും, കമ്പനിയുടെ കൺട്രോൾ പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനത്തത് ഒഴിവാക്കുന്ന രീതിയിൽ വേണം ക്യാപിറ്റൽ സ്ട്രക്ചർ ഡിസൈൻ ചെയ്യാൻ. പിന്നെ പറയുന്നതാണ് ബാലൻസ്ഡ് ലിവറേജ്. ഷെയർസ് ആർ ഇഷ്യൂഡ് വെൻ ദ റേറ്റ് ഓഫ് ക്യാപിറ്റലൈസേഷൻ ഈസ് ഹൈ വൈൽ ഡിബഞ്ചേഴ്സ് ആർ ഇഷ്യൂഡ് വെൻ ദ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഈസ് ലോ. ഇൻട്രസ്റ്റ് റേറ്റ്, മാർക്കറ്റിൽ നിലനിൽക്കുന്ന ഇൻട്രസ്റ്റ് റേറ്റ് കുറവാണെങ്കിൽ അപ്പോൾ ഡിബഞ്ചേഴ്സ് ഇഷ്യൂ ചെയ്യുന്നതാണ് നല്ലത്, കാരണം കുറഞ്ഞ ഇൻട്രസ്റ്റ് കൊടുത്താൽ മതിയല്ലോ. അതേപോലെ റേറ്റ് ഓഫ് ക്യാപിറ്റലൈസേഷൻ, അതായത് ഷെയർസിന് ഈക്വിറ്റി ഷെയർസിന് കൂടുതൽ റിട്ടേൺ കിട്ടുന്ന സമയമാണെങ്കിൽ അവിടെ നന്നാവുക എന്താണ്, ഈക്വിറ്റി ഷെയർസ് ഇഷ്യൂ ചെയ്യണം. അപ്പോൾ ഇത്രയൊക്കെയാണ് ഒരു ക്യാപിറ്റൽ സ്ട്രക്ചറിൻ്റെ എസെൻഷ്യൽ റിക്വയർമെൻറ്റ്സ്.